ഹലോ. അപ്പം ഇനി എന്നെപ്പറ്റി പരിചയപ്പെടുത്താം. ഞാൻ നല്ല തേച്ചിട്ട് ഇരിപ്പുണ്ട്. ഇത് തലയിരുന്ന് ഉണങ്ങി ഒന്ന് ശരിയാകുന്ന വരെ ഞാൻ എന്നെപ്പറ്റി പറയാം. ഇതിന് പിന്നീട് സമയത്തൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല എനിക്കെടുക്കാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് അമ്മൂമ്മയെ വിളിച്ചടുത്തെത്താം. നമ്മൾ രണ്ടും അമ്മ ഇരിക്കുന്നേ കൈ വെക്കണ്ട കണ്ടോ, അമ്മൂമ്മ കണ്ടോ. ഇവരൊക്കെ പണ്ടുള്ളതല്ലേ, അപ്പോൾ ഇവർക്ക് ഫോണിനെ പറ്റി എന്താണെന്നല്ല, ഫോൺ എന്താണെന്ന് ഓർക്കറിയില്ല. അപ്പോൾ അത് ചോദിക്കുന്നത് ഇതാരാ ഇരിക്കുന്നത്, ഇത് എന്തുവാ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ അമ്മൂമ്മ, അമ്മയുടെ അമ്മ. നിങ്ങൾ അമ്മച്ചിയമ്മ, ചിലർ അമ്മച്ചിയമ്മ എന്ന് പറയും, ചിലർ അമ്മാമ്മ എന്ന് പറയും. അപ്പോൾ ഞാൻ അമ്മൂമ്മയ്ക്ക് അമ്മയില്ല കേട്ടോ, അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അമ്മൂമ്മയുടെ പേര് പറഞ്ഞേ, പറ. ദേവയാനി പറഞ്ഞേ. വീടെവിടെ? കൊല്ലം. വീടെവിടെ അമ്മൂമ്മയുടെ? ഇടയ്ക്കായിട്ടില്ലേ? കൊല്ലം മല്ലട പൊരുവി ഇടയ്ക്കാടാണ് അമ്മൂമ്മയുടെ ഇവിടെ കെട്ടിച്ചോണ്ട് പോട്ടെ. അമ്മൂമ്മയ്ക്ക് എന്താ അറിയാം, അമ്മൂമ്മയ്ക്ക് ആൺപിള്ളേരില്ല, 4 പെൺപിള്ളേരുള്ളത്. അതിൽ ഏറ്റവും ഉള്ളതാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മൂമ്മയ്ക്കാണെങ്കിൽ എന്താ, അതിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സങ്കടമാണ്. അമ്മൂമ്മയ്ക്ക് ആൺപിള്ളേരില്ല പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും കരഞ്ഞു വിരിഞ്ഞിരിക്കും ഇങ്ങനെ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയിട്ട്. ഞാൻ ഉറങ്ങി കിടന്നുറങ്ങി ഇതല്ല കേട്ടോ. അമ്മൂമ്മ ഇനി പാട്ടൊക്കെ പാടത്തണം കേട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ പാടിങ്ങിരിക്കും. ഞാനിപ്പോൾ ലീവിന് വന്നതാണ് ഇങ്ങോട്ട്. അപ്പം ഞാൻ എന്നെപ്പറ്റി പറയാം. അപ്പോൾ ഞാൻ 2004 ജൂലൈ 24 ജനിച്ചത്. എൻ്റെ സ്ഥലം പത്തനംതിട്ട അടൂർ പെരിങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതൊക്കെ. എൻ്റെ അച്ഛൻ്റെ നാടാണ് അവിടെ. ഇതിപ്പോൾ എൻ്റെ അമ്മയുടെ വീടാണിത്. അപ്പോൾ അച്ഛനും അമ്മയും അത്യാവശ്യം അല്ല, ഇപ്പം 5 വർഷമായിട്ടൊരു പിന്നെ നിൽക്കുകയാണ്. ഈ വരുന്ന നവംബർ 8-ാം തീയതി അവർ അച്ഛൻ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പം 8-ാം തീയതിയാണ് ഡിവോഴ്സിന് നമ്മളെ കോടതി വിളിച്ചിട്ടുണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ 3-ാം തീയതി തിരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു അടുത്ത എന്തായാലും ഇപ്പം തന്നെ വിധി വരുത്തൊന്നുമില്ല, നീട്ടി വയ്ക്കും. അന്നേരം എങ്ങാനും വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അച്ഛനും അമ്മയും പണ്ട് മുതൽ അച്ഛൻ ഭയങ്കര കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു വീട്ടിൽ തന്നെ. അതുകൊണ്ട് പിന്നെന്താ, കുറേ നാളഞ്ഞപ്പം തീരെ പറ്റാറുണ്ടായി. പിന്നെ നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് വേണം. അമ്മ ഉള്ള കടമൊക്കെ കൊടുത്ത് അമ്മയും കൊണ്ട് കട എടുപ്പിച്ചു, കുറേ ലോണൊക്കെ എടുപ്പിച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്തു, അവിടുത്തെ നല്ലൊരു വീട് വെച്ചു. അവിടെ നല്ല വാർത്ത, നല്ല വീട്. അത് ഞാൻ ഈ ഇടയ്ക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം നടന്നു വെച്ച വീട്. അതിന് പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് തരാം കേട്ടോ, ആ വീട്. അപ്പോൾ ഞാൻ അവിടെ നല്ലൊരു വീടൊക്കെ, റോഡ് സൈഡിൽ തന്നെ കേട്ടോ, നമ്മളുടെ റോഡ് സൈഡിൽ തന്നെ വീടൊക്കെ ആക്കി. പക്ഷേ ആണെങ്കിൽ അവിടെ നമുക്ക് അധികം നാൾ നിൽക്കൊന്നും പറ്റില്ല. നമ്മളവിടെ വീട് വെച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛൻ ഭയങ്കര കൂടി നമ്മളെപ്പോഴും പുറത്ത് അച്ഛൻ ഒരു 6 മണി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാട്ടോ. എന്തായി തീരും ഒരു പിടുത്തമില്ല. അമ്മാതിരി വരവ് അച്ഛൻ വരിക തന്നെ. കള്ളു കുടിച്ച് വന്നിട്ട് എനിക്ക് നമ്മളെ പുറത്താക്കി കഥ അടയ്ക്കും. അച്ഛനായി നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കഴിക്കും. ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ട് നമുക്ക് ചോറും തരില്ല. അതെല്ലാം സ്വന്തമായിട്ട് കഴിച്ച് തിന്ന് തീർത്ത് ഇരിക്കും. അവരുടെ അച്ഛൻ്റെ പെങ്ങളമാരോടൊക്കെ പറഞ്ഞാൽ അവർ എപ്പോഴും അച്ഛൻ്റെ സൈഡിൽ നിൽക്കത്തുള്ളൂ, നമ്മുടെ സൈഡ് അങ്ങനെ നിൽക്കത്തില്ല. പിന്നെ ഞാൻ 1-ാം ക്ലാസ് മുതൽ, എനിക്കൊരു 60 വെച്ച് പ്രായം മുതലേ ഇവർ വഴക്കുണ്ടാക്കുന്നു, നമ്മൾ അമ്മയുടെ വീട്ടിൽ വരുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ തന്നെയായിരുന്നു. ഒരു 10-ാം ക്ലാസ് വരെ തന്നെ ആയിരുന്നു. കാരണം അത് കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ പൂർണ്ണമായിട്ട് ഇങ്ങ് പോകുന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ വഴക്ക് നടക്കുന്നു, വരുന്നു, പിന്നെ മധ്യസ്ഥ കൂടുന്നു, വിളിച്ചു കഴിഞ്ഞ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെ പോകും, നല്ല രീതിയിൽ പോകും. പിന്നെ ഇതന്നെയായിരുന്നു പ്രശ്നം. അങ്ങനെയായിട്ട് എന്താ, നമുക്ക് പിന്നെ അമ്മയ്ക്ക് ആങ്ങളമാരുള്ളതുകൊണ്ട് നമ്മളെ ആരും ചോദിച്ചു വരാനൊന്നും ഇല്ലല്ലോ. അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഉള്ളത് അമ്മൂമ്മയാണ് ഇങ്ങനെ പ്രായത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അമ്മൂമ്മയ്ക്കും ഒന്ന് ചോദിച്ചു തരാനോ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ അമ്മൂമ്മയുടെ മൂത്ത മോള് ചന്ദ്രമതി എന്ന് പറയും. അടുക്കള ഭയങ്കര പണിയാണ്. വീടൊക്കെ എല്ലാം കാണിച്ചു തരാം കേട്ടോ, സെറ്റാക്കി കാണിച്ചു തരാം. അപ്പോൾ അടുക്കള ഭയങ്കര പണിയാണ്. അപ്പോൾ അല്ലെങ്കിൽ രണ്ടലമിച്ചാണ് പിന്നെ ഉള്ളത്. വല്യമ്മയ്ക്കാണെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഉള്ളത് മോനൊരു എന്താണെന്ന് അറിയത്തില്ല, ഒരു മാനസികമായിട്ടാണെന്ന് അറിയത്തില്ല. പുള്ളി ഇപ്പോൾ നേരത്തെ നല്ല നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ചേട്ടനായിരുന്നു. ചേട്ടനിപ്പം വീട്ടിലൊന്നും കാണത്തില്ല, ഇങ്ങനെ ഇറങ്ങി നടക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ വല്യമ്മയ്ക്ക് എന്തോ ഒരു ജോലി ചെയ്ത് ഇതാക്കണം, അങ്ങനൊരു തൻ്റെ ഐഡിയായിട്ടുള്ള വല്യമ്മയല്ല വല്യമ്മ. ഒരു പാവത്താൻ്റെ കൂട്ട് പണിയെടുത്താലും ഇത്രയ്ക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വല്യമ്മ ഇവർ 3 പേരായിരുന്നു ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ട് നിർത്തി. അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ അത്ര ഇഷ്ടമൊന്നുമല്ല അമ്മൂമ്മ വന്ന് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ എപ്പോഴും അമ്മൂമ്മേനെ എപ്പോഴും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഒരു 10-ാം ക്ലാസ് വരെ നമ്മൾ ഇങ്ങനെ തന്നെ അടിയും വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും. നമ്മൾ അടൂർ
പോലീസ് സ്റ്റേഷനിൽ കയറി നമ്മുടെ അമ്മ വീട് പോലെ ആയി. കാരണം അതുപോലെ നമ്മൾ പോയി ഇറങ്ങുമായിരുന്നു അവിടെ. അങ്ങനെ തന്നെയായിരുന്നു സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് ഇങ്ങനെ തന്നെ. പിന്നെ അച്ഛൻ നല്ലതായിട്ട് നല്ലതായിട്ട് അറിയാവുന്നുണ്ട്. അച്ഛൻ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ അത് നല്ലപോലെ കൃത്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അയാളും പറയുന്നത് അമ്മയുടെ പ്രശ്നം കൊണ്ടാണ്, അമ്മയുടെ പോക്ക് കൊണ്ടാണ്. അമ്മ എന്നെ അറിവിച്ചിട്ട് അമ്മ ഇതുവരെ അങ്ങനെ അന്ന് അമ്മയ്ക്ക് പണ്ടേ കൊണ്ടേ പോകായിരുന്നു. അമ്മ പിന്നെ പറയാൻ സ്വന്തം അമ്മ പറ്റി നമ്മളെല്ലാവരും പൂഴ്ത്തി പറയും. അതല്ല, കാരണം അച്ഛനെ പറ്റി നമുക്കറിയുന്നത് നമ്മൾ കണ്ട് വളരുന്നതാണിതെല്ലാം. അല്ലാതെ നമ്മളിപ്പോൾ കൊച്ചുനാളിലെ അച്ഛനും ഡിവോഴ്സ് ഇട്ട് നമ്മൾ ഇപ്പുറത്തെത്താണെങ്കിൽ പറയാം അച്ഛൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. ഇതങ്ങനെയല്ല, അച്ഛനെ പണ്ട് മുതലേ എങ്ങനെയാണ് നമ്മൾ കണ്ടു വളർന്നത്. അപ്പം വഴക്ക് കിടക്കുമ്പോൾ അച്ഛനാണെങ്കിൽ കൂടുതൽ നമുക്ക് 10 രൂപ എന്ന് സ്കൂളിലോട്ട് വരും. അല്ലാതെ നമുക്കൊരു സ്കൂളിൽ നിന്ന് പൈസ കൊടുക്കണോ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഒന്നും അച്ഛൻ പൈസ തരത്തേയില്ല. അന്നേരം അച്ഛൻ പറയും എൻ്റെ ഒന്നും പൈസ ഇല്ല, നീ അമ്മയോട് ചോദിക്കുക എന്ന് പറയും. അമ്മ വേണം നമുക്കിത് എവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിച്ച് തരണ്ട. അപ്പോൾ അമ്മയ്ക്ക് ആകെ കിട്ടുന്ന 7500 രൂപ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി കിട്ടുന്ന 7500 കിട്ടിയാലും അതിൽ പകുതി മുക്കാൽ ലോൺ അടയ്ക്കാൻ കാണും. പിന്നെ എനിക്ക് ചേച്ചിയാണത്. അപ്പോൾ ചേച്ചിക്കുള്ള പൈസ കൊടുക്കാൻ കാണും. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ഒപ്പത്തിനൊപ്പത്തിന് വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ആവശ്യങ്ങൾക്കൊന്നും പൈസ തരത്തില്ല. അപ്പോൾ അമ്മ തന്നെ ആയിരുന്നു എല്ലാത്തിനും. നമുക്ക് എന്ത് വാങ്ങാനായാലും അമ്മ തന്നെ കനിയണം. അപ്പം അച്ഛനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചത് ഇതുപോലൊരു അച്ഛനൊരു ആർക്കും കൊടുക്കരുത് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു പ്രത്യേകതരായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അച്ഛൻ എന്താ പറയുക, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ അച്ഛൻ്റെ ഈ പലഹാരം, ബിസ്ക്കറ്റ്, കാലുകൾ, ഇങ്ങനെ പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് വരും. സ്നാക്സിൻ്റെ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം കഴിക്കുക. അപ്പോൾ നമ്മൾ കൊച്ചുപിള്ളേരല്ലേ, നമ്മൾ നോക്കിയിരിക്കും. അച്ഛൻ ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് തരും. അപ്പം നമുക്ക് അന്നേരമൊക്കെ കൊതി, നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്താ പറയുക, ഞങ്ങൾ എന്തിനാ അച്ഛൻ്റെ വയറ് നിറഞ്ഞിട്ട് നമുക്ക് തരുന്നത്, അങ്ങനെയാണെന്ന് വെച്ച് ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കത്തില്ല. അന്നേരം അച്ഛൻ എന്ത് ചെയ്താണ്, അച്ഛൻ അതിനേക്കാളും ബുദ്ധി. അച്ഛൻ എന്ത് ചെയ്യും, അതൊക്കെ ഇപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ എണ്ണി കലണ്ടറിൽ എഴുതി വെക്കും. എത്ര ബിസ്ക്കറ്റ് അച്ഛൻ കഴിച്ചു, ബാക്കി എത്ര ഉണ്ട് ഒക്കെ എഴുതി വയ്ക്കും. കാരണം നമ്മൾ പിന്നെ രാവിലെ എടുത്ത് കഴിക്കരുത്. അതുകൊണ്ട് മിച്ചറൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് നല്ല മുറുക്കി വയ്ക്കും, നമ്മൾ എടുക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒരു അച്ഛനെ ഞാൻ ജീവിതത്തിൽ ഒരു മക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനത്തെ അച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ. പിന്നെ അടിയെന്ന് പറഞ്ഞാൽ അന്നെ അടിയായിരിക്കും, അയ്യലല്ല അമ്മ വഴക്കും പ്രശ്നങ്ങളായി. നമ്മളെ എപ്പോഴും പുറത്ത് അടച്ചിടുക, പിന്നെ നമ്മളപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ചോറ് കഴിക്കുക. അതൊക്കെ ഒരു എന്തോ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോഴത്തേന് അമ്മ പറഞ്ഞ് എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഇന്നേ വരെ അങ്ങോട്ട് പോയിട്ടില്ല. 5 വർഷമായിട്ട് നമ്മൾ അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഈ ചേട്ടൻ പറഞ്ഞില്ലേ വല്യമ്മച്ചിയുടെ മോൻ, പുള്ളി ഇവിടെ നിന്നിട്ട് താഴത്തെ വീട്ടിലെ കല്ലൊക്കെ പറക്കി എറിഞ്ഞ് അവരുടെ ഓടൊക്കെ പൊട്ടിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, മേളിൽ വന്ന് നമ്മുടെ കല്ല് പറക്കി നമ്മുടെ ഓട് മൊത്തം പൊട്ടിച്ചു. അതുകൊണ്ട് നമ്മുടെ വീട് ആകെ ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ വീട് വെച്ചത് മൊത്തം അമ്മയുടെ പേർക്ക് ലോൺ എടുത്താൽ വെച്ചത്. അതിന് ഇസാബ് മുത്തൂറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെപ്പിച്ച് അതിൻ്റെ ലോൺ മൊത്തം അമ്മയുടെ കയ്യിലും. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത് ശരിയാക്കണം, ഈ വീട് മൊത്തം ഇടിഞ്ഞു പോയി നടക്കായിരുന്നു. പിന്നെ ഇത് എല്ലാം ശരിയാക്കി ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മളിവിടെ തന്നെ ആയിരുന്നു ഇപ്പോൾ താമസം. അപ്പം അതിൻ്റെ കടവും ഇതിൻ്റെ കടവും എല്ലാം കൂടെ അമ്മയുടെ മുകളിലായി. ഞാൻ വിചാരിച്ചു, കാരണം അമ്മ അത്രയോളം നമുക്ക് വേണ്ടി നമ്മളെ വളർത്തണം, നമ്മളെ കാര്യം അങ്ങനെ കൊണ്ടു നടന്നിട്ടാണ് നമ്മൾ ഇത്ര ആക്കിയെടുത്തത്. കാരണം അമ്മ പിന്നെ ഒന്നേന്ന് പറഞ്ഞാൽ തന്നെ 2 പെൺപിള്ളേർ, പിന്നെ ആണെങ്കിൽ അമ്മുമ്മയുണ്ട്, പിന്നെ വല്യമ്മയുടെ മോൻ. ഇവർ ഞാൻ പറഞ്ഞില്ലേ, ഇവർ 2 വയ്യാത്ത അവരിത്രയും നമ്മൾ ഇത്രയും പേരും കൂടെ ഇനി അമ്മ ഒന്നേന്ന് പറഞ്ഞാൽ അമ്മ ഒരാൾ വേണം ജോലിക്ക് പോയി പൈസ ഒപ്പിച്ച് നമ്മുടെ വീട് നോക്കാൻ വേണ്ടി. അപ്പം അമ്മ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങ് വന്നു. പിന്നെ നമ്മൾ കുറച്ച് ഒരു വർഷത്തോളമല്ല, ഒരു 3 മാസത്തേക്ക് നമ്മൾ നമ്മുടെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട് ശരിയാക്കി. അവിടെ നിന്നപ്പം അവരും കുറച്ച് സഹായമൊക്കെ ചെയ്തു. എൻ്റെ സഹായം ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചവർക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ സഹായം ചെയ്ത് നമ്മൾ ഈ വീട് ഒരു വിധത്തിൽ ഒന്ന് സെറ്റാക്കി എടുത്തു. കാരണം നേരത്തെ ആണെങ്കിൽ ഈ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കതകൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ വിരിച്ചിടണം. മേളിൽ നിന്ന് ഇങ്ങനെ ആണി അടിച്ചിട്ട് താഴെ ഇട്ടിട്ട് വേണം നമ്മൾ കിടക്കാൻ. കാരണം അങ്ങനെയുള്ളൂ, കതകൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്നത്തെ കാലത്തും ഇപ്പോഴത്തെ കാലം കൊണ്ട് നോക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പം കൊച്ചുനാൾ ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ ആയിരുന്നു കിടക്കുന്നതൊക്കെ. പിന്നെ ഇവിടെ വന്നപ്പം നമ്മൾ ഇത്രയും വലുതായി, പിന്നെ നമ്മൾ ഇത്രയും പേര്, അങ്ങനെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അമ്മ കുറേ കടമൊക്കെ ആക്കി ഇതൊക്കെ ശരിയാക്കി ഒരു രീതിയിലാക്കിയത്. ഞാൻ വീടിൻ്റെ ഫുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ളവരെല്ലാവരും ഞാൻ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. ഇപ്പം ഞങ്ങൾ 2 പേരല്ലേ കണ്ടുള്ളൂ. പിന്നെ അമ്മൂമ്മേനെ വല്യമ്മച്ചിനെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ റേഷൻ കടയിൽ പോകുന്നൊരു വീഡിയോ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട് അതിനകത്ത് അമ്മയും ചേച്ചിയുണ്ട്.
പിന്നെ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് എല്ലാവരെയും കൂടെ കാണിച്ചിട്ട് വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ആയി ഞങ്ങളിവിടെ വന്നു. പിന്നീടെന്ന് പറഞ്ഞൊരു എന്താ പറയണ്ടേ, പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് അമ്മയും കൊണ്ട് തുഴഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും അമ്മ ഒരു ചെങ്ങന്നൂർ ഒരു വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അവിടെ ഒരു വീട് നമ്മൾ പറയേണ്ട, പക്ഷേ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. അവിടെ അമ്മ അവിടെ നിന്നുകൊണ്ടായിരുന്നു ജോലി, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടെ നിന്ന് വേണം ജോലി ചെയ്യാൻ. പിന്നെ അമ്മ അവിടെ നിന്ന് ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മൾ കൂടപ്പിറപ്പ് അല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതും അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ അപ്പോഴായിരിക്കും നമ്മൾ ബന്ധുക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അതൊരു ഒരുമാതിരി ഒരു അനുഭവം തന്നെ ആയിരുന്നു.